വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്ക് നേരെ ബലം പ്രയോഗിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തരവിട്ടെന്ന ലോക്സഭയിലെ പ്രസ്താവനയിൽ മാപ്പു പറയാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിസമ്മതിച്ചു. ആഭ്യന്തരമന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു. രാജ്യത്ത് വലിയ രാഷ്ട്രീയ കോലാഹലത്തിലാണ് ഈ സംഭവങ്ങൾ വഴിവെച്ചിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുൻപ് ചോദ്യചോർച്ച തടയുന്നതിനുള്ള ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴിവെച്ചതും. ആരോപണം തെളിയിക്കണമെന്നും രാഹുൽ ഗാന്ധി മാപ്പു പറയണമെന്നും NDA എംപിമാർ ആവശ്യപ്പെട്ടു. എന്നാൽ BJPയോടോ RSSനോടോ താൻ ഒരിക്കലും മാപ്പു പറയില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. മാപ്പു പറഞ്ഞാൽ പ്രസംഗം തുടരാമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നീറ്റ് ചോദ്യചോർച്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് പെല്ലറ്റ് തോക്കുകളും ആണിയടിച്ച ലാത്തികളും ഉപയോഗിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഒരു വിദ്യാർത്ഥിയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും എയിംസിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് താൻ കണ്ടിട്ടുണ്ടെന്നും രാഹുൽ അവകാശപ്പെട്ടു. പാർലമെന്റിലിരിക്കെ അമിത് ഷാ പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് ഫോണിൽ വിളിക്കുന്നത് താൻ കണ്ടതായും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. എന്നാൽ രാഹുലിൻ്റെ ആരോപണങ്ങളെ കേന്ദ്രമന്ത്രിമാർ ശക്തമായി എതിർത്തു. വെടിവെപ്പ് നടന്നിട്ടില്ലെന്നും യാതൊരു ഉത്തരവും നൽകിയിട്ടില്ലെന്നും ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. ഇതിനിടയിലാണ് ചോദ്യചോർച്ച തടയുന്നതിനും കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതുമായ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ശബ്ദവോട്ടോടെ പാസ്സാക്കുകയും ചെയ്തത്. രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഈ സംഭവ വികാസങ്ങൾ.